ദൂതന്മാർ ആർക്കൊക്കെ വേണ്ടി ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. കയ്യിലൊരു മറുപടിയുണ്ട്, കയ്യിലൊരു പേപ്പർ ഇരിക്കുന്നു, അതിൽ നിന്റെ പ്രവർത്തന വിഷയത്തിന് മറുപടിയോ ഇറങ്ങി വരുന്ന ദൂതനാർക്കൽ കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് ദൂതൻ ഇറങ്ങുന്നു. സഭയ്ക്കകത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുന്ന ഞാൻ കാണുകയോ, ഈ ആലയത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ആര് കാണുന്നുണ്ട്? അതെ, ഞാൻ കാണുന്നു. ദൂതൻ നിൽക്കുന്നു, ദൂതൻ നിൽക്കുന്നു, ദൂതൻ നിൽക്കുന്നു. ദൂതൻ ഇറങ്ങുകയാ. അവൻ സ്വർഗം തുറന്നുകൊണ്ട് ദൈവം അയച്ച ദൂതൻ അതാ ഏതൊക്കെ ദേശങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. തലമുറയായിരിക്കുന്നിടത്ത് ഇറങ്ങുന്നു, കുടുംബനാഥനായിരിക്കുന്നിടത്ത് ഇറങ്ങുന്നു, നിന്റെ പ്രാർത്ഥന വിഷയം ഇരിക്കുന്നിടത്ത് ഇറങ്ങുന്നു. ആര് തടഞ്ഞാലും, ആര് കെട്ടിയാലും, ആര് തടസ്സമായി നിന്നാലും തടസ്സത്തെ ഭേദിച്ചുകൊണ്ട് ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, പുക പാർന്നത് പോലെ പാറിപ്പോകുന്നു. ദൂതൻ ഇറങ്ങുകയാ. ഓ, യഹോവ എഴുന്നേൽക്കുകയാ. യഹോവ എഴുന്നേൽക്കുന്നു. അതേ, ശത്രുക്കൾ, മന്ത്രവാദ ബന്ധനങ്ങൾ, ശാപങ്ങൾ, എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചുകൊണ്ട് മനുഷ്യൻ വാക്കുകൊണ്ട് തടഞ്ഞത്, കൊടുക്കരുത് കിട്ടരുതെന്ന് തടഞ്ഞു അസൂയയുടെ വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് ആര് സഹായിക്കും? ആര് എനിക്കുണ്ട്? ആരെനിക്ക് കരം തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഇറങ്ങും, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? അവൻ ദൈവം ഇറങ്ങേണ്ട സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങും. ദൂതൻ ഇറങ്ങേണ്ട സമയത്ത് ദൂതൻ ഇറങ്ങും. ഒരു മുഖാന്തരത്തിലൂടെ അവൻ കരകയറ്റി അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും അവൻ ഉയർത്തി പാറമേൽ നിർത്തുന്ന ദിവസങ്ങൾ അതീവമല്ല. ഈ സഭയിൽ അയച്ച ദൈവത്തിന് നന്ദി പറയുന്നു. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ദേവദാസൻ റെജി പാസ്റ്റർ, പ്രിയപ്പെട്ട ദേവദാസി ദിവ്യ സിസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദേവദാസി കഴിഞ്ഞ ദിവസങ്ങളിൽ, ചില ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ നടത്തിയ കൺവെൻഷൻ, 12ാമത് വിമൻസ് കൺവെൻഷനിൽ ദൈവവചനം അറിയിക്കാൻ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാനിടയായി. ദൈവത്തിൻ്റെ ശക്തമേറിയ ദൂതുകൾ ദേശത്തെ വിവേചിച്ചുകൊണ്ട്, ജനത്തെ വിവേചിച്ചുകൊണ്ട് ദേവദാസിയിലൂടെ ദൈവം ഉപയോഗിക്കാനിടയായി ദേശത്തിന് അനുഗ്രഹമായി തീർന്നു. ആ ദേവദാസിയുടെ ചർച്ചിൽ കടന്നു വരുവാൻ കഴിഞ്ഞത് എനിക്കും വളരെ സന്തോഷമുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരാൻ കഴിഞ്ഞല്ലോ. ആമേൻ. ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആമേൻ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ഒക്കെയാണ് ആയിരിക്കുന്നത്. ദൈവം എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവം തന്നാലേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. സന്ദർഭം, വ്യക്തികൾ ഒക്കെ വിവേചിച്ചു കൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചൊരു ദൂതെടുക്കുമ്പോൾ കർത്താവ് നിർത്തുന്ന ഇടത്ത് മുൻപിലിരിക്കുന്ന ദൈവജനത്തിന് എന്താണ് ആവശ്യം, അത് പകരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഒരു വിതകാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു, കൊട്ടയ്ക്കകത്ത് വിത്തുമായി പുറപ്പെട്ടു. ആമേൻ. താൻ വിതച്ചപ്പോൾ എവിടെയൊക്കെയോ ചിതറിപ്പോയി പലതും. വിതയ്ക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ വിതയ്ക്കണം. ആമേൻ. ഹല്ലേലൂയ. പൊതുവായി ഓൺലൈനിലൂടെയൊക്കെ പലരും കേട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിത്ത് കർത്താവ് തന്നിരിക്കുന്നത് വിതയ്ക്കുമ്പോൾ വഴിയരികിൽ പറവകൾ കൊത്തിക്കൊണ്ടു പോകാതെയും പാറസ്ഥലത്ത് വീണത് നഷ്ടപ്പെട്ടു പോകാതെയും മുള്ളിനിടയിൽ വീണ് വളർച്ച മുരടിക്കാതെ ഇരിക്കേണ്ടതിന് നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാം. ഞാനും ശ്രദ്ധയോടും ദൈവാത്മാവിൽ കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ആയിരിക്കുന്നത്. ഈ വിത്തുകൾ നല്ല നിലത്ത് വീഴട്ടെ എന്ന ആഗ്രഹം. എത്ര പേർ ആഗ്രഹിക്കുന്നു? പറവകൾ കൊത്തിക്കൊണ്ടു പോകരുത്, കളകൾ വിതയ്ക്കാൻ അനുവദിക്കരുത്, അത് മുളയ്ക്കാനും അനുവദിക്കരുത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്?
ഹല്ലേലൂയ. തൻ ബലത്താലേ ഞാൻ യുദ്ധം ചെയ്യും, തൻ മുഖം നോക്കി ഞാൻ യാത്ര ചെയ്യും. തൻ ബലത്താലേ ഞാൻ യുദ്ധം ചെയ്യും, തൻ മുഖം നോക്കി ഞാൻ യാത്ര ചെയ്യും. തൻ കൃപമേൽ കൃപ പ്രാപിച്ചു ഞാനെന്നും തൻ പാദസേവയിൽ നാൾ കഴിക്കും. തൻ കൃപമേൽ കൃപ പ്രാപിച്ചു ഞാനെന്നും തൻ പാദസേവയിൽ നാൾ കഴിക്കും. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ, ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ, ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതില്ല. ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. വാനവിധാനത്തിൽ ദൂതരുമാ വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, വാനവിധാനത്തിൽ ദൂതരുമാ വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വാരാതെ വീഴ്ചകൾ വാരാതെ താങ്ങി നടത്തുവാൻ നല്ലവനാ. താഴ്ചകൾ വാരാതെ വീഴ്ചകൾ വാരാതെ താങ്ങി നടത്തുവാൻ വനാവോ. എക്കാലത്തും
ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ, കഷ്ടതയിൽ നൽതുണ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ, കഷ്ടതയിൽ നൽതുണ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ, വികമന ശാന്താരേ രഹസ്യ അർത്ഥന ശാന്താരേ അൽഖമന ശാന്താരേ വികമവൈഡാര ശൈഡമോരബലബശബ്ദമാന അൽഖമന. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്യഭാഷ പ്രാപിക്കാത്തവർ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചാട്ടെ. ഒരു നിമിഷം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ കൺട്രോൾ ചെയ്യണം. പരിശുദ്ധാത്മാവേ, Oh Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ശക്തി നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെ ഹോളി സ്പിരിറ്റിന്റെ സ്പർശനം ഹല്ലേലൂയ അദ്ദേഹം ദേഹ്യാത്മാവിൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്നതിനായി സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. മഞ്ഞുരുകുന്നത് പോലെ എല്ലാ കഠിനതകളും മാറട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും അഴിയട്ടെ. മഞ്ഞുരുകുന്നത് പോലെ ആത്മാവിന് യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ തീയാൽ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആദിമസഭയിൽ പകർന്നു അളവറ്റ ആത്മാവിന്റെ ശക്തി, അളവറ്റ ആത്മാവിന്റെ വലിപ്പം, വർണ്ണിപ്പാൻ കഴിയാത്ത ആത്മശക്തി ദേഹം ദേഹി ആത്മാവിനെ സ്പർശിക്കണമേ. ഇന്ന് ഇതിനകത്ത് ഒരൊറ്റ കുഞ്ഞുപോലും ആത്മാവിന്റെ സ്പർശനം അനുഭവിക്കാതെ എഴുന്നേൽക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഒരുങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ മനസ്സുകൾ ഒരുങ്ങട്ടെ. ശരീരത്തെ ഒരുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റകമനഗ ശബ്ദനാഥമാനഗസ്തരെ വൈഡൽ പ്രൗഢമനഗടകാരഗസ്തന ധീമനഗ ശബ്ദനാഥനാദിഗസ്തന കമനഗടഗസി രാഘസബ്ദനാരബലബൗഷാരമനഗടകാരഗസ്ത. പരിശുദ്ധനെ, നല്ല സമയത്തിനായി സ്തോത്രം. സ്വർഗം അനുവദിച്ച നല്ല നിമിഷത്തിനായി സ്തോത്രം. എത്ര പേർ കണ്ണുനീരിലും പ്രതിസന്ധിയിലും ആയിരിക്കുമ്പോൾ ഇത്രത്തോളം സന്തോഷം സമാധാനം തന്ന് ഉലകത്തിൽ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരുന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ശേഷിപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ഈ ആലയത്തിനകത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നൽകിയ നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനകൾ അനുഗ്രഹമായി തീരട്ടെ. അങ്ങ് അനുവദിക്കുന്നതൊന്നും മറച്ചു വയ്ക്കാതെ പ്രസ്താവിപ്പാൻ കൃപ നൽകണം. അരുതാത്തതൊന്നും പറയുവാൻ അനുവദിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ, ചലനങ്ങൾ, പ്രവർത്തികൾ ഇതിനകത്ത് ഹല്ലേലൂയ വെളിപ്പെടട്ടെ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ആത്മാവിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ആത്മാവിന്റെ കൺട്രോൾ, ആത്മാവിന്റെ ചലനം, ആത്മാവിന്റെ നിയോഗം ഇതിനകത്ത് വീഴട്ടെ. ആത്മാവിന്റെ നിയോഗം ഓരോ വ്യക്തികളുടെ മേൽ ഇടുന്നു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ദൈവകൃപയാൽ ഈ രാത്രി വേർതിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകം എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാം. റോമർക്ക് ആമേൻ. അനുഗ്രഹീതമായ ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മളൊക്കെ പ്രാർത്ഥനയിലിടയ്ക്കൊക്കെ പറയുന്ന ഒരു ആമേൻ വാക്കാണ്, വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും
നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വലിയൊരു അറിവിനെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഇതൊരു കോമണായ വാഗ്ദത്തമല്ല, എല്ലാവർക്കുമുള്ള വാഗ്ദത്തമല്ല. പ്രത്യേക 2 കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള വാഗ്ദത്തമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. റോമർ എന്ന വാക്കിൻ്റെ അർത്ഥം ബലമെന്നാണ്. ബലം, റോമർ എന്ന വാക്കിൻ്റെ അർത്ഥം ബലമെന്നാണ്. സങ്കീർത്തനക്കാരൻ 84-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു: ബലം നിന്നിലുള്ള മനുഷ്യന് ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ നിന്നും സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഹല്ലേലൂയ. ബലം നമ്മിൽ വെളിപ്പെടട്ടെ. ആമേൻ. ദൈവബലമാണ് യുദ്ധം ജയിക്കുവാൻ, സൈന്യബലത്തെ തകർക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ബലമാണ്. അത് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ. പൗലോസ് അപ്പോസ്തലനാണ് ഈ ലേഖനം എഴുതുന്നത്. റോമിൽ അനുഗ്രഹീതമായൊരു സഭയുണ്ടായിരുന്നു. ഈ സഭയുടെ സ്ഥാപകൻ പൗലോസ് അപ്പോസ്തലനല്ല, പക്ഷേ ഈ ലേഖനം എഴുതുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. എഴുതുവാൻ ചില കാരണങ്ങൾ ഉണ്ട്. ആമൻ. വേദപണ്ഡിതന്മാർ പറയുന്ന ചില കാരണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. AD 57 എഴുതിയ അനുഗ്രഹീതമായി 16 അധ്യായങ്ങളും 432 വാക്യങ്ങളും അടങ്ങുന്ന വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ അനുഗ്രഹീതമായ ഒരു ചെറിയ പുസ്തകമാണ് റോമർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. റോമിൽ സഭ സ്ഥാപിച്ചത് പൗലോസ് അപ്പോസ്തലനല്ല. ചരിത്രം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം നമ്മൾ വരുമ്പോൾ അതിൽ 1-ാമത്തെ അധ്യായം അതിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യരും പെന്തോസാസിയ, ഇങ്ങനെ റോം, അറബിയർ, ക്രേത്യർ, ഇങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ അവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ കൂടിയതിൻ്റെ, ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കൂടിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ആമേൻ. പെരുന്നാളുകൾ സംബന്ധിച്ച് വിവിധ ഭാഗങ്ങളായിരിക്കുന്നവരെല്ലാം യെരൂശലേമിൽ കടന്നു വന്നു. എന്നാൽ പെന്തക്കോസ്ത് നാൾ 50-ാം നാൾ വന്നപ്പോൾ മർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന സംഘം ഒന്നിച്ചു കൂടുകയാണ്. അവർ കൂടിയതിൻ്റെ ഉദ്ദേശം യേശു കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണം. ഇവിടെ നിന്ന് വാങ്ങിപ്പോകാതെ ഹോളി സ്പിരിറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് ജനത്തോട് യേശു കർത്താവ് പറയുകയാണ്. പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ് 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദിയയിൽ എല്ലായിടവും, ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ മാത്രമേ ശക്തീകരണത്തിന് ഒരു വലിയ ബലം കിട്ടത്തുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി മർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന സംഘം കാത്തിരിക്കുകയാണ്. ശിഷ്യന്മാർ ഉൾപ്പെടെ, യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് ജനത്തിൽ, മാനവരാശിയിൽ അധിവസിക്കേണ്ടതിന് ഇറങ്ങി വരികയാണ്. വസിക്കേണ്ടതിന്, എന്നേക്കുമായി വാസം ചെയ്യേണ്ടതിന് ഹോളി സ്പിരിറ്റ് വന്ന് അതിൻ്റെ വ്യക്തിത്വം, അതിൻ്റെ അടയാളം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന വ്യക്തികൾ പലരാണ്. പലരും അവിടെ ഉണ്ടായിരുന്നു. പല ഇടത്തു നിന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പൗലോസ് അപ്പോസ്തലനൊന്നും ആ ടൈമിലൊന്നും അവിടെ ഇല്ല. എന്നാൽ നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന പത്രോസ് ശിഷ്യന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ട്, പാപമോചനത്തിന് പത്രോസ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം. അവർ മാനസാന്തരപ്പെട്ട് സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. 3000-ഓളം പേര് ഒറ്റ പ്രസംഗത്തിൽ, ഒരു മുക്കുവൻ്റെ പ്രസംഗത്തിൽ, വിദ്യാഭ്യാസമൊന്നും അത്രത്തോളം ഇല്ലാത്ത ഒരുവന് ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ അവൻ്റെ പ്രസംഗത്തിൽ 3000-ഓളം പേര് ഒറ്റ നേരത്തിൽ അങ്ങ് രക്ഷിക്കപ്പെട്ടു.
അവൻ സ്നാനപ്പെട്ടു. ഇവർ പരിശുദ്ധാത്മ വന്നപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ റോമിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം. യഹൂദന്മാർ ഈ ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ചിട്ട് അവർ ഉത്സവമൊക്കെ കഴിഞ്ഞ് അവരുടെ നാട്ടിലേക്ക് റോമിലേക്ക് അവർ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് അവർക്ക് അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. ഹോളി സ്പിരിറ്റ് ചലിച്ചുകൊണ്ടേയിരിക്കും. ഒരുവനില്ല യഥാർത്ഥവണ്ണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അതിനൊരു അടയാളമുണ്ട്. കാരണം വീട്ടിനകത്ത് പലപ്പോഴും ജോലി ചെയ്യുമ്പം പോലും ഏത് കാര്യത്തിന് ഏർപ്പെട്ടാലും അറിയാതെ അന്യഭാഷ പറയും. കാരണം അന്യഭാഷ പറയുന്നവൻ സ്തുതിക്കുന്നവൻ എപ്പോഴും ഏത് ടൈമും സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ അല്ലേ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ട് മറുപടി ചിലപ്പോൾ അന്യഭാഷ ആയി തീരാം. ഏത് അവസരം കിട്ടി നമ്മൾ അറിയാതെ സ്തുതിച്ചു പോകാം. ഹല്ലേലൂയ. അതാണ് ഹോളി സ്പിരിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കില്ല. എപ്പോഴും അവൻ പിടച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തുടിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കേണ്ടതിന് വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമാണ് ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ആരോടെങ്കിലും ഒക്കെ സുവിശേഷം അറിയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലേക്ക് കടന്നു വരും. എന്നാൽ റോമിലുള്ള യഹൂദന്മാർ അവരുടെ നാട്ടിൽ ചെന്ന് ഈ പ്രാപിച്ച ദൈവശക്തിയെ ഓരോരുത്തരിലേക്ക് പകരാൻ തുടങ്ങി. അവൻ ഓരോ വ്യക്തികളിലേക്ക് ആ ദീപത്തെ കത്തിക്കാൻ തുടങ്ങി. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ കടക്കും. അവൻ അങ്ങനെ ഒരു ദീപത്തിന്റെ ശക്തിയാണ് ഹോളി സ്പിരിറ്റിനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ഏറിയവരും സുവിശേഷം അറിഞ്ഞ് സഭയോട് ചേർന്നു. ആമേൻ. ഹല്ലേലൂയ. സഭയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ മാത്രമായിരുന്നു ആദ്യം ക്രിസ്തുവിനെ അറിഞ്ഞത്. അവർ ചെന്ന് ജാതികളെല്ലാവരോടും സുവിശേഷം പറഞ്ഞു. ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ജാതികൾ കടന്നു വന്നു ഒരുമിച്ചായി എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ക്രിസ്തുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോമിൽ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, ക്ലൗഡിയോസ് എന്ന് പറയുന്ന രാജാവ് ഭരണത്തിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ യഹൂദന്മാരോടും ഇവിടം വിട്ടു പോകണമെന്ന് പറഞ്ഞു, റോം വിട്ടു പോകണമെന്ന് പറഞ്ഞു. എന്നാൽ യഹൂദന്മാർ അവിടെ നിന്നും അവർ പുറപ്പെട്ടു. ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നു അക്കില്യാവും പ്രിസ്കില്ല എന്ന് പറയുന്ന വ്യക്തികൾ പൗലോസിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കൂടാരപ്പണിയിൽ സഹായിച്ച് അവിടെ നിന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് യഹൂദന്മാർ പുറത്തുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവിൻ്റെ വളർത്തുപുത്രനായിരുന്നു നീറോ ചക്രവർത്തി. ചരിത്രം പഠിപ്പിക്കുന്ന നീറോ ചക്രവർത്തി ദത്തുപുത്രനായിരിക്കുമ്പോൾ തൻ്റെ പിതാവിനെ എന്ന് പറഞ്ഞ വളർത്തു പിതാവിനെ വിഷം കൊടുത്ത് കൊന്നിട്ട് 16-നും 18 വയസ്സിനും ഇടയിൽ താൻ രാജഭരണത്തിലേക്ക് കയറി വന്ന് അപ്പനെ കൊന്നു. ഇങ്ങനെ ഭരണത്തിലേക്ക് കയറി വരുന്ന ആദ്യത്തെ 3 വർഷക്കാലം ക്രിസ്ത്യാനികൾക്ക് പീഡകളില്ലാത്ത കാലഘട്ടം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാർഗത്തിലുള്ളവരെ കടന്നു പിടിച്ച് ആക്രമിച്ച് കൊല്ലുവാൻ തക്കവണ്ണം ശക്തിയോടുകൂടിയായിരുന്നു നീറോ ചക്രവർത്തി 3 വർഷത്തിനു ശേഷം ബലപ്പെട്ടു വന്നത്. കാരണം 3 വർഷത്തിനകത്ത് വീട്ടിനകത്തും രാജ്യത്തിനകത്തുള്ള പ്രതിസന്ധി കാരണം, താൻ ചെയ്ത കൈപ്പിഴകൾ കാരണം താൻ ഒത്തിരി പ്രതിസന്ധിയിൽ നിന്നപ്പോൾ പുറത്തുള്ള രാജ്യത്തിൻ്റെ കാര്യം നോക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ ഇടയിൽ തൻ്റെ കണ്ണിൽപ്പെട്ടു രാജ്യം, റോമൻ സാമ്രാജ്യമൊക്കെ വളരെ ശൂന്യതയിലായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പോയ യഹൂദന്മാരാണ് ബിസിനസിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ബിസിനസ് ഒക്കെ ഡൗൺ ആയി തീർന്നു. വ്യാപാര കേന്ദ്രങ്ങളൊക്കെ പൂട്ടിക്കിടക്കുമ്പോൾ ആ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ യഹൂദന്മാരും തിരിച്ചു വരണമെന്ന് രാജാവ് ആഹ്വാനം ചെയ്തു. എന്നാൽ ഈ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ തന്നെ യഹൂദന്മാർ പലയിടങ്ങളിൽ ചിതറിപ്പോയവർ റോമിലേക്ക് ഓടി കടന്നു വരാൻ തുടങ്ങി. കടന്നു വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു, അക്കില്യാവ് പ്രിസ്കില്ലയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കയറി വന്നപ്പോൾ ഇതിനകത്തൊരു പിശകൊക്കെ കടന്നു വന്നു. കാരണം അതിനകത്തുള്ള ദൈവമക്കൾ ഇപ്രകാരം പറഞ്ഞു, യേശു കർത്താവിനെ ക്രൂശിച്ചത് യഹൂദന്മാരാണ്. എന്നാൽ ക്രിസ്തു വന്നതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ യാഗം നിമിത്തം നമുക്കൊരു പദവി കിട്ടി. നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ യഹൂദന്മാരല്ലാത്ത ജാതികളെ അവൻ സ്വന്തം മക്കളായി വേർതിരിച്ചു. തൻ്റെ
രക്തത്താൽ അവന് സ്വന്തം മക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഈ അധികാരം പ്രാപിച്ച നമ്മളാണ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് പറഞ്ഞിട്ട് യഹൂദന്മാരെ കയറ്റുവാൻ അനുവദിച്ചില്ല. ഈ പ്രതിസന്ധികൾ പൗലോസ് കൊരിന്തിൽ 3-ാം മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പ്രതിസന്ധി അറിയുന്നത്. 3 മാസത്തോളം പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ പാർക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയാണ് കൊരിന്തിലെ സഭ. അവിടെ ആയിരിക്കുമ്പോൾ താൻ ഈ പ്രതിസന്ധികൾ അറിയുകയാണ്. തനിക്ക് ഭാരം തോന്നി. കാരണം കർത്താവിന്റെ ദേഹമെന്ന തിരശ്ശീല 2ആയി ചീന്തിക്കൊണ്ട് അതിനെ തകർത്തുകൊണ്ട് അവസാന തുള്ളി രക്തവും തന്ന സഭയെ വാർത്തെടുത്തത് തലയാകുന്ന ക്രിസ്തു, ശരീരമാകുന്ന സഭയെ സ്ഥാപിച്ചത് മൂലക്കല്ലായിരിക്കെ കർത്താവ് ഒരു അടിസ്ഥാനം ഇട്ടിട്ട് പറന്നുപോയത് യുക്തമായ വണ്ണം പണിത് വരികയാണ്. പണി തീർന്നിട്ടില്ല, അത് പണിതുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ വരവ് വരെയും പണിതുകൊണ്ടിരിക്കും. പണി പൂർത്തിയാകുമ്പോൾ കർത്താവ് കാഹളനാദത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ അവൻ പറന്നു വരും, വീണ്ടും വരുമെന്ന വാഗ്ദത്തം കൊടുത്തിട്ട് പോയപ്പോൾ ആ വരവിനും ഈ ജീവിതത്തിനും ഇടയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ആഹ്വാനം ജനത്തിന്റെ ഇടയിൽ പകർന്നിട്ട് കടന്നുപോയ കർത്താവ് വരും വരെയും അവിടെ എത്തും വരെയും ജീവിക്കേണ്ടത് വിശ്വസ്തയോടാണ്. സത്യത്തിൽ നടക്കണം. ജനത്തെ ഒരുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റുള്ള അപ്പോസ്തലൻ പൗലോസിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രതിസന്ധി അറിഞ്ഞിട്ട് ഹല്ലേലൂയ താൻ ഗായോസിന്റെ വീട്ടിലിരിക്കുകയാണ്. സകല ഭക്തന്മാർക്ക് വിശുദ്ധന്മാർക്ക് വേണ്ടി അതിഥി സൽക്കാരം നടത്തുന്ന സഹായിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ പാർക്കുമ്പോൾ താൻ ഇപ്രകാരം പറഞ്ഞു, തെർത്തോസേ, നീ തൂലിക എടുക്കടാ, നീ എഴുതടാ. പൗലോസിന്റെ കൈപ്പടയിലല്ല എഴുതിയത്, തെർത്തോസിലൂടെ എഴുതുകയാണ്. 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ എഴുതി, ശരിയായ ബന്ധം, ദൈവവുമായുള്ള ശരിയായ ബന്ധം എന്നാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവവുമായുള്ള മുകളിലേക്കുള്ള ബന്ധം, തിരച്ചീനമായ ബന്ധം. ഹല്ലേലൂയ. നമ്മൾ തമ്മിലുള്ള തിരച്ചീനമായ ബന്ധം ദൈവവുമായി ഡയറക്റ്റ് ശരിയായ ബന്ധം. ഹല്ലേലൂയ. നേരെയുള്ള ബന്ധം. ഒന്നുകൂടി പറഞ്ഞാൽ ഇത് ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ കളഞ്ഞിട്ട് ആത്മാവിന്റെ മണ്ഡലങ്ങളെ ധരിച്ചുകൊണ്ട് ആത്മശക്തിയിൽ മുന്നോട്ട് പോകുക. ജഡത്തിന് വസിപ്പാൻ അവസരങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ശരിയായ വണ്ണം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ക്രിസ്തുവിൽ ഒന്നുകൂടെ അടുപ്പിക്കുവാൻ, ഒന്നുകൂടെ ഇളക്കി ചേർക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ അവരിലേക്ക് ഇറക്കുവാൻ താൻ എഴുതുവാൻ തുടങ്ങി. ഒന്നും കൂടി പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ തൂലിക ചലിപ്പിക്കാതിരുന്നുവെങ്കിൽ, ദൈവം ഉപയോഗിക്കാതിരുന്നുവെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ശരീരവും യേശുവിന്റെ വരവിന്റെയും യഥാർത്ഥവണ്ണമുള്ള വ്യാഖ്യാനം നമുക്ക് കിട്ടത്തില്ല. 1 കൊരിന്ത്യർ 10-11 അധ്യായങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ തിരുവത്താഴ് ശുശ്രൂഷയിൽ വായിക്കുന്ന ഭാഗം, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവിന് കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞ് എഴുതി, കർത്താവിന്റെ ശരീരത്തെ കുറിച്ച് എഴുതി, അതിന്റെ അർത്ഥം എന്തെന്ന് എഴുതി, വന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് എഴുതി. ഇങ്ങനെ ശക്തമായി ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ശക്തിയോടുകൂടെ 14 ഈടുറ്റ ലേഖനം, എബ്രായർ ലേഖനം ഉൾപ്പെടെ നോക്കിയാൽ 14 ലേഖനങ്ങളിലൂടെ സമൃദ്ധമായി ആ ക്രിസ്തുവിന്റെ മർമ്മവും അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ആഴമായി എഴുതിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പ്രകാരം എഴുതി വന്നപ്പോൾ ഏറ്റവും വലിയ ലെറ്ററായി തീർന്നു. 16 അധ്യായങ്ങളുള്ള വലിയ ലെറ്ററായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതിയതിൽ ഏറ്റവും വലിയ ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഇത് അന്നൊക്കെ ആണെങ്കിൽ തപാൽ സൗകര്യങ്ങൾ അത്രത്തോളം ആക്റ്റീവ് അല്ലാത്ത സമയം, അതുമല്ല ഇത്രയും വലിയ ലെറ്റർ ഒന്നും അവിടെ കൊണ്ട് എത്തിക്കുവാൻ തപാൽ സൗകര്യങ്ങളില്ല. കൊരിന്തിലിരുന്നു കൊണ്ടാണ് എഴുതുന്നത്. എങ്ങനെ ഹല്ലേലൂയ ഇത്
വിവരിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ അതുവരെയും റോമൻ സഭ കണ്ടിട്ടില്ല. ഇതവിടെ എത്തണം ആഗ്രഹമുണ്ടെങ്കിലും എത്താൻ കഴിഞ്ഞില്ല. താൻ ചില ആവശ്യത്തിന് നടുവിലായിരിക്കുകയാണ്. യെരുശലേമിലെ സഭയ്ക്ക് ഒരു പ്രതിസന്ധി നേരിട്ടു. ദാരിദ്ര്യത്തിലേക്ക് വീണു. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നപ്പോൾ അഖായിൽ നിന്നും ഒക്കെ പണം ശേഖരിച്ചുകൊണ്ട് മാസിഡോണിയ അഖായിൽ നിന്നൊക്കെ പണം ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടെത്തിക്കുവാനുള്ള ഒരുക്കത്തിലായിരിക്കുമ്പോൾ തനിക്ക് റോമിലെ മാസങ്ങൾ കപ്പൽ യാത്ര ചെയ്ത് എത്താൻ കഴിയാത്ത ഭാരത്തിലായിരിക്കുമ്പോൾ താൻ ഒരാളെ തിരഞ്ഞു. ആരാ ഉള്ളത് ഈ ലെറ്റർ അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ? എനിക്ക് പകരക്കാരനായി അവിടെ എത്തേണ്ടത് ആരെന്നും താൻ അന്വേഷിക്കുമ്പോൾ 16-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു, സഭക്കാരത്തിയായ ശുശ്രൂഷക്കാരത്തി സഭയിൽ ശക്തമായി ക്രിസ്തുവിനെ ഉയർത്തുന്നവൾ ആ ശുശ്രൂഷക്കാരത്തെ ഫേബയെ കണ്ടുപിടിക്കുകയാണ്. ഫേബയോട് പറഞ്ഞു, ഈ ലെറ്ററിനെ കൊണ്ടുവന്ന് റോമിൽ കൊടുക്കണം. മാസങ്ങളുള്ള യാത്രയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പൽ യാത്ര അത്രത്തോളം എളുപ്പമുള്ളതല്ല. കഴിച്ചതൊക്കെ ഒമറ്റിയാൻ തോന്നുന്ന ടെൻഡൻസി വരുന്ന ഒരു യാത്ര. ഇത്തിരി കഷ്ടപ്പാടുകളുള്ള ദീർഘദൂരം ദിവസങ്ങൾ കടന്നുള്ള യാത്രയാണ്. എന്നാലും പൗലോസ് അപ്പോസ്തലന്റെ വാക്കിൽ അവൾ അനുസരണം കാണിച്ചു. അല്പം അനുസരണം വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഒരു സഹോദരി ഉണ്ടല്ലോ, ഫേബ എന്ന സഹോദരി പൗലോസ് അപ്പോസ്തലന്റെ വാക്കിനെ ദൈവത്തിന്റെ വാക്കിനെ പോലെ കേട്ടു. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ അനുസരണക്കേടാണ് നിന്റെ രാജസ്ഥാനം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ചെറിയൊരു അനുസരണം വലിയൊരു പാപത്തിന് തിരികൊളുത്തിയതുപോലെ കത്താൻ തുടങ്ങി. ശൗൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവനിൽ പകർന്ന അഭിഷേകം തനിയെ പോയി. എന്നാൽ അഭിഷേകമുള്ള ഫേബ അനുസരിച്ചു. അവൾ ലേഖനങ്ങൾ അടങ്ങുന്ന ബാഗിന് അവൾ വാങ്ങുകയാണ്. അവൾ ഇത് കൊണ്ടുപോകാൻ പ്രാപ്തിയായി. അവൾ അനുസരിച്ചു എന്ന് കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ 16-ാം അധ്യായം പ്രാരംഭ വാക്യത്തിൽ കാണുന്നു, നിങ്ങൾ ഫേബയെ കൈക്കൊള്ളണം. അവൾ എനിക്ക് മാത്രമല്ല പലർക്കും അവൾ ശുശ്രൂഷ ചെയ്യുന്നവളാണ്, സഹായിക്കുന്നവളാണ്. അത്ര മനസ്സുള്ളവരാണ്. പെട്ടെന്നൊന്നും ദൈവകാര്യങ്ങൾക്ക് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അതിനൊരു മനസ്സ് വേണം. യേശു ചോദിക്കാൻ, നിങ്ങൾക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങൾക്കൊരു വിടുതലുണ്ട്. മനസ്സുണ്ടോ? ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ അതേ കർത്താവേ, ഞാൻ പോകും, ഞാൻ ചെയ്യാം, എന്നെ അയക്കണമേ, എനിക്കൊരു മനസ്സുണ്ട്. ഹല്ലേലൂയ. വലിയൊരു പരിവർത്തനം നടക്കുകയാണ്. ഹല്ലേലൂയ. അവൾ അനുസരിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പേരിനെ എഴുതി. ഇന്ന് ഫേബയെ കുറിച്ച് പ്രസംഗിക്കാത്ത ഒരൊറ്റ ദൈവദാസന്മാരില്ല. അവിടെ അനുസരണം ദൈവവചനത്തിന്റെ ഭാഗമാക്കി തീർത്തു എങ്കിൽ നമ്മുടെ അനുസരണം സുവിശേഷം എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ ഒരു വലിയ സഹായമായി തീരും. നമ്മൾ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലമില്ലാതെ പോകുകയില്ല. മനുഷ്യർ താങ്ക്സ് പറയാൻ മറന്നു പോകും. മനുഷ്യർ നന്ദി പറയാൻ മറന്നു പോകും. മനുഷ്യർ ചിലപ്പോൾ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. തിരക്കുകളുടെ നടുവിൽ നമ്മെ കാണാനോ പറയാനോ മറന്നു പോയാൽ കർത്താവ് പറയുകയാണ്, ഞാൻ മറക്കുന്നവനല്ല, എനിക്ക് മറവി എന്ന രോഗമില്ല. ഞാൻ ഓർത്ത് പ്രതിഫലത്തെ തരുന്നവനാണ്. ഓർത്ത് തലമുറയ്ക്ക് പ്രതിഫലത്തെ കൊടുക്കും. അവൻ തലമുറയ്ക്ക് വിടുതല കൊടുക്കും. അത് നിങ്ങളുടെ അത്യാവശ്യ ഘട്ടം, തലമുറയുടെ വിടുതലിന്റെ അത്യാവശ്യ ഘട്ടമാകുമ്പോൾ അവൻ ഓർത്ത് സ്വർഗത്തിന്റെ കലമുറ തുറന്ന്, സ്വർഗം തുറന്ന് സഹായത്തെ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്ന കർത്താവ് മനുഷ്യമായ വ്യക്തികളിലൂടെയാകാം, ഉന്നതന്മാരിലൂടെയാകാം. ആരിലൂടെയാണ് വെളിപ്പെടേണ്ടത്? നമുക്ക് വേണ്ടി ഒരു ദൂതനെ പോലെ ദൈവം മനുഷ്യരെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ സഹായത്തിന് വേണ്ടി നാം ചെന്ന് നിൽക്കുന്ന ഇടം, നമ്മുടെ തലമുറ ചെന്ന് നിൽക്കുന്ന ഇടം ദൈവം തന്റെ ദൂതനെ അയച്ച് വിടിവിക്കുവാൻ ശക്തനത്രേ. ആര് വിശ്വസിക്കുന്നു? ചെയ്തതും കൊടുത്തതും നിന്നതും പറഞ്ഞതും വെറുതെ അല്ല. മറന്നു കളയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, ഓർത്തു ഓർത്തു മാനിക്കുന്ന ദൈവം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. നമ്മൾ
ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ. നിർബന്ധത്താലരുത്. മനസ്സോടെ ചെയ്യുന്നവന് അവൻ അനുഗ്രഹിക്കും. അവൻ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് കൊടുക്കും. അപ്പനും അമ്മയും ചെയ്യുന്നതിന്റെ പ്രതിഫലം മക്കൾക്ക് തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് മാതാവിലൂടെയും പിതാവിലൂടെയും അനുഗ്രഹിക്കപ്പെടും. അവർ ചെയ്യുന്നതിനൊക്കെയും പകരം നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. അവൾ അനുസരിച്ചു. അവിടെ അനുസരണം ഈ ലേഖനം സഭയെ ഒരുക്കേണ്ടതിന് റോമിലെത്തിച്ചേർന്നു. പൗലോസ് അപ്പോസ്തലന് പകരക്കാരനായി തീർന്ന ഒരു സഹോദരി, സുവിശേഷത്തിന് പകരക്കാരനായി, ക്രിസ്തുവിന് പകരക്കാരനായി നിൽക്കാൻ കഴിയുമോ? ദൈവം അവരെ ആദരിക്കും, അവരെ ഉയർത്തും. ഏത് ചപ്പ് കൊട്ടയ്ക്കടിയിൽ കിടന്നാലും മാണിക്യത്തെ പോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. കോരിയെടുക്കുന്ന സമയമുണ്ട്. അതിനകത്ത് ദൂതൻ ഇറങ്ങി പുറത്തു കൊണ്ടുവരുന്ന സമയമുണ്ട്. എന്നെ ആര് സഹായിക്കും? ആര് എനിക്കുണ്ട്? ആരെനിക്ക് കരം തരുമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഇറങ്ങും, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? അവൻ ദൈവം ഇറങ്ങേണ്ട സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങും. ദൂതൻ ഇറങ്ങേണ്ട സമയത്ത് ദൂതൻ ഇറങ്ങും. ഒരു മുഖാന്തരത്തിലൂടെ അവൻ കരകയറ്റി അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും അവൻ ഉയർത്തി പാറമേൽ നിർത്തുന്ന ദിവസങ്ങൾ അതീവമല്ല. ആർക്കു വേണ്ടിയാണോ കരയുന്നത്? കണ്ണുനിൽ നിന്ന് ഓരോ തുള്ളി കണ്ണുനീര് വീഴുന്നത് ആർക്കു വേണ്ടിയാ? ഏത് വിഷയത്തിന് വേണ്ടിയാ മാതാവേ, പിതാവേ, സഹോദര സഹോദരി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കണ്ണുനീര് കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ കർത്താവ് പറയുകയാണ്, നിന്റെ ഉഴച്ചിലുകൾ എണ്ണുന്നവൻ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിനെ വെച്ചാളെന്ന് പ്രതിഫലത്തെ നൽകുന്ന കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ, ഈ മീറ്റിംഗിലൂടെ അവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് വേർതിരിച്ചു നൽകുന്ന ദിനങ്ങളോ. ഈ ദിനങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. അവൻ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ദൂതൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇതിനകത്തുണ്ടാകണം. മറുപടിയുമായി ദൂതൻ ഇതിനകത്തിരുന്ന് കരഞ്ഞവർക്ക് വേണ്ടി ഇതിനകത്ത് ദൂതൻ ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഓരോ സീറ്റുകളിൽ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങുകയാ, ദൂതൻ ഇറങ്ങിയോ ഞാൻ കാണുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്ററിനപ്പുറം, കടലുകൾക്കപ്പുറം അവൻ ഏതൊക്കെ ദേശങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ സെക്കൻഡിൽ അവൻ ഈ നിമിഷം ദൂതന്മാർ ആർക്കൊക്കെ വേണ്ടി ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. കയ്യിലൊരു മറുപടിയുണ്ട്, കയ്യിലൊരു പേപ്പർ ഇരിക്കുന്നു. അതിൽ നിന്റെ പ്രവർത്തന വിഷയത്തിന് മറുപടിയോ ഇറങ്ങി വരുന്ന ദൂതനാർക്കൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ദൂതൻ ഇറങ്ങുന്നു. സഭയ്ക്കകത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കാണുകയോ. ഈ ആലയത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആര് കാണുന്നുണ്ട്? അതെ, ഞാൻ കാണുന്നു. ദൂതൻ നിൽക്കുന്നു, ദൂതൻ നിൽക്കുന്നു, ദൂതൻ നിൽക്കുന്നു. ദൂതൻ ഇറങ്ങുകയാ. അവൻ സ്വർഗം തുറന്നുകൊണ്ട് ദൈവം അയച്ച ദൂതൻ അതാ ഏതൊക്കെ ദേശങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. തലമുറ ആയിരിക്കുന്നിടത്ത് ഇറങ്ങുന്നു. കുടുംബനാഥനായിരിക്കുന്നിടത്ത് ഇറങ്ങുന്നു. നിന്റെ പ്രാർത്ഥനാ വിഷയം ഇരിക്കുന്നിടത്ത് ഇറങ്ങുന്നു. ആര് തടഞ്ഞാലും, ആര് കെട്ടിയാലും, ആര് തടസ്സമായി നിന്നാലും തടസ്സത്തെ ഭേദിച്ചുകൊണ്ട് ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പുക പാർന്നത് പോലെ പാറിപ്പോകുന്നു. ദൂതൻ ഇറങ്ങുകയാ. ഓ, യഹോവ എഴുന്നേൽക്കുകയാ. യഹോവ എഴുന്നേൽക്കുന്നു. അതേ ശത്രുക്കൾ, മന്ത്രവാദ ബന്ധനങ്ങൾ, ശാപങ്ങൾ, എല്ലാ കെട്ടുകളെയും പഠിച്ചുകൊണ്ട് മനുഷ്യൻ വാക്കുകൊണ്ട് തടഞ്ഞത്, കൊടുക്കരുത് കിട്ടരുതെന്ന് തടഞ്ഞു അസൂയയുടെ വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് എനിക്കൊരു ദൂതൻ ദൈവമുണ്ട്. പറഞ്ഞിട്ട് എനിക്കൊരു ദൈവമുണ്ട്. എന്റെ മക്കൾക്കൊരു ദൈവമുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ തലമുറകൾ ഒറ്റയ്ക്കല്ല. ആർക്ക് വേണ്ടി അപ്പനുണ്ടെന്നല്ല, അമ്മയുണ്ടെന്നല്ല, മന്ത്രി ഉണ്ടെന്നല്ല, MLA ഉണ്ടെന്നല്ല, അണ്ടഘടങ്ങളെ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവമുണ്ട്. മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞവൻ പറയുക, ഓ നിനക്കൊരു ദൈവമുണ്ട്. ഞാൻ നിന്നെ മെനഞ്ഞു എങ്കിൽ, ഞാൻ നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെങ്കിൽ നിന്റെ ഉടമസ്ഥൻ ഞാനാ. നീ എന്റെ
ഞാൻ നിന്നെ ഉള്ളം കൈ വരച്ചിരിക്കുന്നു. ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. സഹായിപ്പാനുള്ള മനുഷ്യനല്ല ഉള്ളത്, പ്രഭു അല്ല ഉള്ളത്, മനുഷ്യപുത്രനല്ല ഉള്ളത്, ക്രിസ്തു ഉണ്ട്. പറഞ്ഞട്ടെ, എനിക്കൊരു ദൈവമുണ്ട്, എന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങുന്ന ദൈവമുണ്ട്. സിംഹക്കൂട്ടിനകത്ത് ഇറങ്ങിയ ദൈവം, സിംഹത്തിന് വായടച്ച ദൈവം, അഗ്നിയുടെ ബലത്തെ കെടുത്തിയവർ, നാലാമനായി ഇറങ്ങിയ ദൈവം എന്റെ തീച്ചൂളയിലും സിംഹക്കൂട്ടിലും പ്രതിസന്ധിയിലും ഇറങ്ങുന്നവരത്രേ. പ്രതികൂലമല്ല മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ദൈവത്തെ കാണുന്നുണ്ടോ? മുൻപിൽ നിൽക്കുന്ന, പ്രവർത്തിപ്പാൻ നിൽക്കുന്ന ഒരു യോദ്ധാവായ ദൈവം. ചിലതിനോട് മറുപടി പറയുവാൻ ദൈവം നിൽക്കുക. നമുക്ക് വേണ്ടി പകരക്കാരനായി, ഇടനിലക്കാരനായി നിന്ന് സംസാരിപ്പാൻ. ആരോ ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ആര് സംസാരിക്കും? എൻ്റെ മക്കൾക്ക് വേണ്ടി ആര് സംസാരിക്കും? ഈ നിയമ വിഷയത്തിൽ ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ഞാനൊന്ന് പറയും, കല്ലെറിയുവാൻ നിൽക്കുന്ന, അവൻ കൽക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരി പ്രശ്നം കൊണ്ടെത്തിച്ചത് ക്രിസ്തുവിന്റെ അടുക്കലോ. അവൾ കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുമ്പോ ഒരു കല്ല് പോലും ശരീരത്തിൽ വീഴുവാൻ അനുവദിക്കാതെ അവൾക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്ന് സംസാരിച്ചവൻ നസ്രനായ ക്രിസ്തു അത്രേ. ഓ, സംസാരിക്കുവാൻ ഒരു ക്രിസ്തു ഉണ്ട്. നമുക്ക് പറയുവാൻ ജീവന്റെ വാക്കുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ജീവനുള്ള ദൈവമുണ്ട്, ജീവനുള്ള കോടതിയുണ്ട്. എറിയുവാൻ കല്ലുമായി നിൽക്കുന്നവർ, തകർച്ച കാണുവാൻ നിൽക്കുന്നവരുടെ നടുവിൽ, നശിച്ച് കാണുവാൻ നിൽക്കുന്നവരുടെ നടുവിൽ, തല കുമ്പിട്ട സാഹചര്യത്തിന്റെ നടുവിൽ നിന്റെ തലയെ ഉയർത്തുവാൻ, നിന്റെ തലയെ ഉയർത്തുവാൻ, പ്രതിസന്ധിയിൽ കുനിഞ്ഞു പോയ തലയെ നിവർത്തുവാൻ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവുണ്ട്. ക്രിസ്തു പറയുകയാണ്, നിന്നെ അറിയുവാൻ ഇനി സമ്മതിക്കത്തില്ല. ഓ, പിതാവിനെ കണ്ടവർ, അവനെ കണ്ടെത്തിയവർ, അവനിലേക്ക് ജീവന്റെ ശക്തി പ്രവഹിക്കും, ജീവന്റെ ശക്തി പ്രവഹിക്കും. മരണം മാറും, ആത്മഹത്യകൾ മാറും, തകർച്ചകൾ മാറും, വിലാപം മാറും. പിന്നെ ക്രിസ്തുവിങ്കിൽ നിന്ന് വ്യാപരിക്കുന്ന ജീവന്റെ ശക്തി അത്രേ. അതല്ലേ പറഞ്ഞു, ലാസറേ നീ പുറത്തു വാ. നിന്നെ 4 ദിവസം മാത്രമേ അകത്തിരുത്താൻ കഴിയത്തുള്ളൂ. ആരടച്ചാലും ഒതുക്കാൻ നോക്കിയാലും മണിക്കൂറുകൾ മാത്രം. ആർക്കും ഒതുക്കാൻ കഴിയാതെ പുനർത്താനത്തിന്റെ ശക്തി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ നാറുന്ന വിഷയത്തിനടിയിൽ, പ്രതികൂലമായി നിൽക്കുന്ന വിഷയത്തിന് മുൻപിൽ ക്രിസ്തു വന്നിട്ട് പറയും, കല്ലുരുട്ടി മാറ്റ്. ലാസറേ നീ ഇറങ്ങി വാ, ലാസറേ നീ ഇറങ്ങി വാ. നിനക്ക് വേണ്ടി കരയുന്ന അപ്പനുണ്ട്, നിനക്ക് വേണ്ടി കരയുന്ന അമ്മയുണ്ട്, നിനക്ക് വേണ്ടി കരയുന്ന സഹോദരിമാരുണ്ട്. നീ പുറത്തു വരാൻ കാത്തിരിക്കുന്ന ഒരു ജനതയുണ്ടോ? നീ പുറത്തു വാ. വിഷയങ്ങളുടെ നടുവിൽ അകത്തിരുന്നത് മതി. ആരെ കാണണ്ട എന്ന് പറഞ്ഞു ഒതുങ്ങിയത് മതി. പ്രാർത്ഥന വേണ്ട, പാട്ട് വേണ്ട, പ്രസംഗം വേണ്ട, ഒതുങ്ങിയിരുന്നത് മതി. എന്നും നിനക്ക് പ്രതിസന്ധികൾ ഒതുക്കാൻ നിന്നെ കഴിയത്തില്ല. യേശു വരും, നീ പുറത്തു വരും. യേശു വന്നിട്ടുണ്ട്, അവൻ കൽപ്പിക്കുന്നു പുറത്തു വാ. ചിലർ പുറത്തു വരികയാണ്. ആത്മാവ് കാണുന്നുണ്ട്, തലമുറകൾക്കെതിരെ വെച്ച കല്ലുകൾ മാറുകയോ, കുടുംബത്തിന്റെ ജയത്തിനെതിരെ അവൻ വെച്ച കല്ലുകൾ നീങ്ങുകയോ, അനർത്ഥങ്ങൾ മാറുകയോ, വിലാപങ്ങൾ മാറുകയോ, കണ്ണുനീരിന്റെ കരിനിഴലുകൾ മാറുകയോ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. ഇന്ന് ഒരത്ഭുതം നടക്കും. യേശു വന്നിട്ടുണ്ട്. വലിയ പ്രതീക്ഷിക്കോ, വീടുകൾ പ്രതീക്ഷിക്കോ. ഇനി സാധ്യതയില്ല. ഇനി എത്ര ശ്രമിച്ചാലും, ആര് കരഞ്ഞാലും ഇതിനകത്ത് കിടക്കുന്നവൻ പുറത്തു വരില്ല എന്ന് പറഞ്ഞു ഉറപ്പിച്ചൊരു കല്ല് വച്ചെന്ന് പറഞ്ഞ് തീരുന്നതല്ല നിന്റെ വാഗ്ദത്തം. യേശു വന്നാൽ ഉറപ്പിച്ച കല്ലുകളെ ദൂരെ കളഞ്ഞിട്ട് കൊണ്ടുവരേണ്ടവനെ പുറത്തെടുത്തിരിക്കും, പുറത്തെടുത്തിരിക്കും. നാട്ടുകാരുടെ റെക്കമെൻഡേഷൻ വേണ്ട, കൂട്ടുകാരുടെ വാക്കുകളും വേണ്ട. ക്രിസ്തു മനസ്സ് വച്ച കരയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ആരോ കരയുന്നു, നാളുകൾ കൊണ്ട് കരയുന്നു, കരഞ്ഞു തളർന്ന് പില്ലോയിൽ കണ്ണുനീർ വീഴുന്നു. രാത്രിയാമങ്ങൾ ഉറക്കമില്ലാത്ത മാതാവേ, രാത്രി ഉറങ്ങാൻ കഴിയാത്ത സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവം. ആമേൻ. നാളുകളുടെ കണ്ണുനീരിന് ദൈവം ഇന്ന് ഇറങ്ങുകയാ. ക്രിസ്തു നിന്റെ അടുക്കൽ വരികയാ. അത് നാറ്റം വച്ച വിഷയം പ്രശ്നമല്ല, ജീവനില്ലാതെ പോയതായത് പ്രശ്നമല്ല, ഒരു സാഹചര്യവും പ്രശ്നമല്ല. ഹല്ലേലൂയ. വിലാപഗാനം പാടാൻ വന്നു നിൽക്കുന്നത് വിഷയമല്ല. മരണഗീതത്തെ ജയത്തിന്റെ ഗീതമാക്കി മാറ്റി. മരണഗീതത്തെ ജയത്തിന്റെ ഗീതമാക്കി മാറ്റിയെങ്കിൽ ആരോ വിളിച്ചു നിന്റെ വീട്ടിന്റെ മുൻപിൽ മരണത്തിന്റെ ധ്വനി മുഴങ്ങും. ആമേൻ. മരണത്തിന്റെ മണ്ഡലങ്ങൾ മുഴങ്ങി അതിന്റെ മുൻപിൽ നിന്ന് കരയുമെന്ന് വിധിച്ച വിധികൾ പൊട്ടിമാറുകയാ. നീ മരിക്കേണ്ടവളല്ലോ, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ വർണ്ണിക്കും. അവൻ നിന്നെ കഠിനമായി ശിക്ഷിച്ചുവെങ്കിലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. മരണവിധികളെ മാറ്റിക്കൊണ്ട് ജീവന്റെ വിടുതലിലേക്ക് കൊണ്ടുവരിക. കുനിഞ്ഞിരുന്ന തല ഉയർത്തി ക്രിസ്തു പറഞ്ഞു, നീ പോകാ. ഇനി ഒരു പുതിയ ജീവിതമാണ് നീ തുടങ്ങാൻ പോകുന്നത്. പുതിയൊരു ജീവിതമായി. ഇന്നലെ വരെ കല്ലെറിയാൻ വന്നില്ലേ? കല്ലിൽ നിന്നും നിന്റെ ജീവനെ വിടുവിച്ചു. ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് പോലും വരാതെ നിന്നെ വിടുവിച്ചത് എന്തിനാ? ഈ എറിയാൻ നിന്നവരുടെ മുന്നിൽ നീ ജീവിച്ച് കാണിച്ചുകൊണ്ട്, ഒരു ദൈവമുണ്ടെന്ന് കാണിച്ചുകൊണ്ട്. ഒരു ദൈവമുണ്ട് എന്ന് തെളിയാൻ പോകുക. എവിടേക്ക് അമർത്തിയിരുത്തിയെടുത്ത് ആ ദേശത്തിന്റെ നടുവിൽ താഴ്ന്നു പോയി, തല കുനിഞ്ഞു പോയി എന്നവർ ദേശത്തിന്റെ നടുവിൽ ഒരു ജീവനുള്ള ദൈവം എനിക്കുണ്ടെന്നവൻ തെളിയിക്കാൻ പോകുക. പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുക. ഇനിയാ ഒരു ജീവിതം ജീവിക്കാൻ പോകുക. തലമുറകൾ ജീവിക്കാൻ പോകുക. അവൻ പ്രതിസന്ധിയിൽ അവൻ ശക്തിയോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയോ. പ്രതിസന്ധി എന്താ? നമുക്കൊരു ദൈവം ഉണ്ടെന്ന് തെളിയേണ്ടതിനത്രേ. ഈ പ്രതികൂലം വന്നത് എന്തിനാ? നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ല. ക്രിസ്തുവിന് വേണം. ഒരു ക്രിസ്തു ഉണ്ട്, ഒരു ദൈവമുണ്ടെന്ന് ദേശത്തിൽ തെളിയേണ്ടതിനത്രേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരൊക്കെ ദൈവം തൊടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ വിവിധമായ വിഷയത്തെ സ്പർശിക്കുക. ആരോടും പറയാതെ രഹസ്യമായി ചുമന്നുകൊണ്ട് നടക്കുന്ന വിഷയത്തിൽ പോലും കർത്താവിന്റെ ശക്തി ആന്തരിക മണ്ഡലങ്ങളെ തൊടുക. അവന്റെ ഒരു സ്പർശനം അവൻ വെളിപ്പെടുക. അവൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കരം നിങ്ങളെ തൊടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? അവൻ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നോ? അവൻ ആരും അടുത്തു വരാതെ ഒരു കരം നിങ്ങളെ തൊടുന്നതായിട്ട്, സ്പർശിക്കുന്നതായിട്ട് നിങ്ങളുടെ ശിരസിന്മേൽ, ഉദരത്തിന്മേൽ, നിങ്ങളുടെ ഭാരം നിറഞ്ഞ ഹൃദയത്തെ തൊടുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആർക്കൊക്കെ ഫീൽ ചെയ്യുക? ഞാൻ ആത്മാവിൽ കാണുന്നു. ആ ദൈവത്തിന് കരം തൊടുന്നത് ആരൊക്കെ അനുഭവിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് നിങ്ങളുടെ പ്രതിസന്ധിയേറിയ വിഷയത്തിൽ ദൈവം അവിടെ ഇറങ്ങി നിൽക്കുന്നത് അനുഭവപ്പെടുന്നില്ലേ? ദൈവം തൊടുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ലേ? വിടുതൽ ലഭിച്ചതായിട്ടൊരു ഒരു സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. നാം അറിയുന്നു, ഞങ്ങൾ അറിയുന്നു, ഞാൻ അറിയുന്നു, നമ്മൾ അറിയുന്നു, ഞങ്ങളെല്ലാവരും അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഹല്ലേലൂയ, ഒരു വലിയ ദൈവ സ്നേഹമുള്ളവർക്ക്, ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇവിടെ കടന്നു വന്നത്. വെറുതെ ഓടി കയറി വന്നതല്ല. ദൈവം കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട കർത്താവ്, അറിഞ്ഞവൻ, പേർ ചൊല്ലി വിളിച്ചവൻ. ഇരമ്മ അവനോട് പറയുകയാണ്, കുഞ്ഞേ, നീ ഉരുവായ ശേഷമല്ല നിന്നെ കണ്ടത്, നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ജാതികൾക്ക് പ്രവാചകനായി വിളിച്ചു. ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. പ്രതിസന്ധി എന്ന വഴിയിലൂടെ,
സാഹചര്യം എന്ന വഴിയിലൂടെ ക്രിസ്തുവിന്റെ അടുക്കലേക്കും ഈ ആലയത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതിനൊരു കടഭാരം എന്ന വഴി, പ്രതിസന്ധി എന്ന വഴി, രോഗം എന്ന വഴി, തകർച്ച എന്ന വഴി, അതിലൂടെ പ്രശ്നം നിങ്ങളെ കൊണ്ടെത്തിച്ചത് ക്രിസ്തുവിന്റെ അടുക്കല. ദൈവം നിന്നെ മുൻപേ കണ്ടു. നദനയിലെ നീ അത്തിയുടെ ചുവട്ടിലിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്നെ കണ്ടു. കണ്ടാൽ ക്രിസ്തു കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കും. ക്രിസ്തു തലമുറ കണ്ടിട്ടുണ്ടെങ്കിൽ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. കുടുംബനാഥന് നിങ്ങളുടെ വിഷയങ്ങളെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തിക്കുമെന്ന് ക്രിസ്തു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആ വാഗ്ദത്തത്തിൽ എത്തിയിരിക്കും. നിങ്ങൾ ആ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചിരിക്കും. ഒരമ്മയുടെ ദൂത് പറഞ്ഞു. സാധുവായ അമ്മ, പാത്രം കഴുകി മോളെ വളർത്തുന്ന ഒരമ്മ. അമ്മയുടെ ദൂത് പറഞ്ഞു, അരികിൽ കരഞ്ഞു വളർത്തുന്ന മോൾ ഒരു ഡോക്ടറാകും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുക. അമ്മ പറഞ്ഞു, നോ. പക്ഷെ സാഹചര്യം അനുകൂലമല്ലാതിരിക്കെ കുഞ്ഞിനെത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് ദൈവവാഗ്ദത്തം പറഞ്ഞു. എന്നാൽ അമ്മ മുറുകെ പിടിച്ചു. എന്നും പറയും, എന്റെ ദൈവം പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഡോക്ടറാക്കും. എന്റെ ദൈവം ഒരു വാഗ്ദത്തം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോളം വലുതാണ്. വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തൻ, വാക്ക് പാലിക്കും. മനുഷ്യനാണ് പറഞ്ഞതെങ്കിൽ മനുഷ്യൻ മറന്നു പോകും. അവർ പറയും, സമ്പത്തില്ല, ഇപ്പോൾ സാഹചര്യം മോശം, എന്റെ ബിസിനസ് ഡള്ളാണ്, നീ മറ്റേ വഴി നോക്കെന്ന് പറഞ്ഞ്, മറ്റേതെങ്കിലും വഴി നോക്കെന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷേ ക്രിസ്തു എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അമ്മ മുറുകെ പിടിച്ചു. പാത്രം കഴുകി വളർത്തുമ്പോഴും വീട്ടിലിരുന്ന് കരയും. എന്റെ കർത്താവ് പറഞ്ഞു ഡോക്ടറാക്കും, ഡോക്ടറാക്കും. അമ്മ കരയാൻ തുടങ്ങി. സാഹചര്യങ്ങൾ മുന്നോട്ട് പോയി, അവസ്ഥകൾ മുന്നോട്ട് പോയി. കുഞ്ഞ് പഠിച്ചു വന്നു. +2 കയറിയപ്പോൾ അമ്മ വീണ്ടും മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മുൻപിൽ അനുകൂലമല്ല, പൈസ ഇല്ല, എന്റെ മുൻപിൽ സഹായിപ്പാൻ ആരുമില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു വാഗ്ദത്തത്തെ പറഞ്ഞ ദൈവം ഒരു രാത്രിയിൽ മകൾക്ക് വേണ്ടി ചെറ്റക്കുടിനകത്ത് ഇറങ്ങി വന്നു. സഹായവുമായി എഴുന്നേറ്റ് വന്ന ഒരു ദൈവം അവൾക്ക് വേണ്ടി ദൂതനെ അയച്ചു, സഹായിപ്പാനുള്ളവരെ അയച്ചു. കുഞ്ഞു ഡോക്ടറിന് പഠിച്ചു പൂർത്തിയാക്കി അവൾ പുറത്തു വന്നു. എങ്കിൽ ഞാനൊന്ന് പറയാം, വാഗ്ദത്തം തരുമ്പോൾ സാഹചര്യം ഒരു വിഷയമല്ല, എങ്ങനെ ആയിരിക്കുന്ന വിഷയമല്ല, അവസ്ഥ എന്താന്ന് വിഷയമല്ല. നിന്റെ സാഹചര്യത്തെ, അവസ്ഥകളെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാൻ ശക്തിപ്പെടുത്തി, പുഷ്ടിപ്പെടുത്തി തലമുറയിൽ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന കർത്താവ്. ഇന്നാരുടെയൊക്കെ കേട്ട വാഗ്ദത്തങ്ങൾ ഒന്ന് മുറുകെ പിടിച്ചാട്ടെ. അവിശ്വസിക്കരുത്. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. I love you Jesus. I love you Jesus. ക്രിസ്തു ഒന്നാമതായി തന്റെ പുത്രന്, ദൈവം തന്റെ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു തന്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിച്ചു. ക്രിസ്തു പറയുകയാണ്, അവൻ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തി, നിങ്ങൾ വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും അവൻ സ്നേഹത്തെ വെളിപ്പെടുത്തണം. നാക്കിലും വാക്കിനാലുമല്ല, സത്യത്തിലും പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ മാറോടണച്ച യേശുരക്ഷകൻ, സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ മാറോടാണ് യേശുരക്ഷകൻ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, എന്നെ മാറോട സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, എന്നെ മാറോടാണ് ചീടും സ്നേഹമേ,
എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പ്രേമ പരിമളക്കുന്നിലേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടും തോറുമെൻ മാനസം തുള്ളിയിടുന്നു അതിമോദത്താ. ഓർത്തിടും തോറുമെൻ മാനസം തുള്ളിയിടുന്നു അതിമോദത്താ. എത്രയോ വട്ടം പ്രതിസന്ധികൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുപോകുവാൻ പ്രതികൂലങ്ങൾ അവൻ കരകവിഞ്ഞൊഴുകിയ സ്ഥാനത്ത് നാം അറിയാതെ നമ്മെ തുണച്ചേറി സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ച് ബാല്യത്തിൽ ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ കുന്നുകൂടിയപ്പോൾ ഞാൻ പറയുമായിരുന്നു, എന്നെ ക്രിസ്തുവിന് വേണ്ട, എന്നെ ആർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ടാതായോ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിൽ വേലയ്ക്കും ജോലിക്കും അടുക്കളയിൽ നിൽക്കുമ്പോൾ ബാല്യത്തിൽ തന്നെ മുഖമാഴമായി ചുമക്കുമ്പോൾ ഞാൻ ചിന്തിച്ചപ്പാ, നിനക്കും എന്നെ വേണ്ടേ? ആർക്കും വേണ്ടാത്തൊരു പാഴ് ജന്മമെന്ന് ചിന്തിക്കുമ്പോൾ എന്നെ കാണുന്നവൻ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ഹോളി സ്പിരിറ്റിനെ തന്നിട്ട് പറഞ്ഞു, നീ എനിക്കുള്ളവൾ, ഞാൻ നിനക്കുള്ളവൾ, ആരുമില്ലെന്ന് നീ ചിന്തിക്കരുത്, നിനക്ക് ഞാനുണ്ട്. സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചു ബന്ധിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിലാ. ലോകത്തിൽ ആരും തരാത്ത സ്നേഹം നൽകിയവൻ, ആരും തരാത്ത വിടുതൽ നൽകിയവൻ പറയുകയാണ്, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് ചേർത്ത് നിർത്തിയില്ലെങ്കിലും, ആര് അവഗണിച്ചാലും, അവൻ തരേണ്ട ബഹുമാനം തന്നില്ലെങ്കിലും നൽകേണ്ടത് നൽകാതിരിക്കുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒത്തിരി കാര്യങ്ങളും അവൻ എണ്ണി 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 പറയുവാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി വാക്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് തന്നെ ഹിതത്തിന് വിട്ടുകൊടുത്തതുകൊണ്ട് കർത്താവ് കൊണ്ടുപോയ നിയോഗത്തിലേക്ക് ഞാനും ഇറങ്ങിച്ചെന്നു. കർത്താവ് പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ എഴുതി, കുഞ്ഞെ 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞു, പ്രതിസന്ധി ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചിനെ സമാധാനത്തിന്റെ ദൈവമോ നിന്റെ കാൽച്ചുവട്ടിൽ സാത്താനെ ചതച്ചു കളയും. കാരണം എന്താ? അതിനു മുന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന് അറിയുന്നു. നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവൻ വേണ്ടതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പോലും നമുക്കറിയാതിരിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിന്ന നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന, നമുക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടെ ഇടനിലക്കാരനായി നിന്ന് ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. വേണ്ടുമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് പോലും അറിയാത്ത ഒരു നാഴികയിൽ നമുക്ക് വേണ്ടി ഉച്ചരിച്ചു കൂടാത്ത ഞരക്കത്താൽ പക്ഷപാതം ചെയ്യുന്ന ഒരു ഹോളി സ്പിരിറ്റ്. വലിയ പ്രാസങ്ങളൊന്നും പ്രാർത്ഥനയിൽ വരണമെന്നില്ല, ഒത്തിരി വാചകങ്ങളൊന്നും പറയാൻ അറിഞ്ഞില്ലായിരിക്കാം. നീണ്ട പ്രാർത്ഥനയ്ക്ക് വാചകങ്ങളൊന്നും അവൻ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നില്ലായിരിക്കാം. എന്നാൽ ഒരു ഞരക്കമുണ്ടല്ലോ, ഒരു നെടുവീർപ്പുണ്ടല്ലോ, ദൈവമേ എന്നുള്ള ഒരു നിലവിളിയുണ്ടല്ലോ. വലിയ വാചകങ്ങൾ വന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ പറയുന്ന ഓരോ വാക്കിനും കാണുന്ന കർത്താവ് പറയുകയാണ്, നിന്റെ ബലഹീനതയിൽ ഞാൻ തുണ നിൽക്കുന്നവനാണ്. പലപ്പോഴും നമുക്ക് എവിടെയൊക്കെ ഉപവാസത്തിൽ കുറവ് വന്നില്ലേ, പ്രാർത്ഥനയിൽ കുറവ് വന്നില്ലേ, പ്രശ്നങ്ങൾ വന്നപ്പോൾ എവിടെയൊക്കെ കുറവ് സംഭവിച്ചപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ടെന്നൊരു തോന്നൽ പോലും ഇല്ലാതെ അതെല്ലാം നികത്തി തുണ നിന്ന് നമ്മെ മുന്നോട്ട് നടക്കുവാൻ പരിശീലിപ്പിച്ച ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ടല്ലോ, പുഷ് ചെയ്ത ഹോളി സ്പിരിറ്റ് ഉണ്ടല്ലോ. നീ പുറകിലോട്ട് പോകരുതെന്ന് പറഞ്ഞ് വചനം തന്ന് മുന്നിലോട്ട് നയിച്ച പരിശുദ്ധ എവിടെയോ പിന്മാറി പോകേണ്ട വ്യക്തിയാ. പ്രതികൂലങ്ങളും പ്രതിസന്ധിയിലും മനുഷ്യനുമൊക്കെ എവിടെ പിന്മാറ്റത്തിൽ കൊണ്ടു നിൽക്കേണ്ട അവസ്ഥകൾ വന്നപ്പോൾ നമുക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്ന ഒരു ദൈവം കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ദൈവ സ്നേഹം ഉള്ളിൽ നിന്ന് ഒഴുകട്ടെ. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ കാണുന്നു പ്രകാരമാണ്.
ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ആമേൻ മറ്റു സൃഷ്ടികൾക്കോ ഒന്നും നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? അത്രത്തോളം ദൈവത്തിന്റെ സ്നേഹം ആഴമായി ഒഴുകട്ടെ. ഈ രാത്രിയിൽ ഒഴുകി തുടങ്ങട്ടെ. എഫെസോസ് സഭയെ നോക്കി പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം എവിടെ പോയി? എന്നാൽ അവർ മടങ്ങി വരാൻ തയ്യാറായി. പറയുക, അപ്പാ എൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക്, അതിനേക്കാൾ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങി വരികയാ. ഒരു നിമിഷം ശംബനാദൽ കമനഘടകസ് പഴയതിലുപരിയായി ഒരു സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും രണ്ടുപേർക്കും വെളിപ്പെടുന്നതാ സകലതും നന്മയ്ക്കായി. ഒരു വിഷയമല്ല, സകലതും, ഒന്നിനെ മാറ്റി നിർത്താതെ സകലതും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. സകലതും, ഒരു വിഷയമല്ല, സാമ്പത്തികമല്ല, രോഗം മാത്രമല്ല, തലമുറ മാത്രമല്ല, നീ കൈകാര്യം ചെയ്യുന്ന, നീ നടക്കുന്ന, നീ അനുഭവിക്കുന്ന സകലതിനെ നന്മയ്ക്ക് കൂടി വ്യാപരിക്കാൻ പോകുക. സകലതും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അറിവെന്ന് പറയുന്നത് വെളിച്ചമാണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രകാശമാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ അറിവ് നേടുവാനുള്ള കഴിവാണ്. അറിവ് തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ കൈവരിക്കുന്ന നേട്ടങ്ങൾ വലുതാണ്. ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയുക. അവൻ സഭയിൽ നിന്നും ദേശത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന അറിവുകൾ തിരിച്ചറിവാകുമ്പോഴേക്കും വെളിച്ചത്തിന്റെ പ്രകാശം നമ്മുടെ വീടും സഭയും ദേശവും കുടുംബങ്ങളും നിറഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ അതൊരു പ്രചോദനമായി തീരുന്നു. ഇന്നൊരു തിരിച്ചറിവ് ചിലതിനെ നോക്കി പറയണം. വീട്ടിൽ ചെന്നിട്ട് കൽപ്പിക്കണം, ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവളാ. ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. നാട്ടിൽ എത്രയോ പേരുണ്ടായിരുന്നു, നൂറ് കണക്കിന് ആയിരക്കണക്കിന് പേരുടെ നടുവിൽ എന്നെ ദൈവം വിളിച്ചത് കൊണ്ടാ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ശമനഗസ്തന, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തെ നിങ്ങൾ എത്രത്തോളം ആഴമായി സ്നേഹിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചാട്ടപ്പാ. ഞാൻ എൻ്റെ വാക്കിനാലും നാവിനാലും അല്ല, ഞാൻ പ്രവൃത്തിയിലും സത്യത്തിലും ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ ക്വാളിറ്റി നമ്മിലേക്ക് വിടുകട്ടെ. ക്രിസ്തു പറഞ്ഞു, ആരാ നിന്റെ സ്നേഹിതൻ, ആരാ നിന്റെ അയൽക്കാരൻ? തകർക്കപ്പെട്ടവനത്രേ, നിന്റെ മുൻപിൽ കൺമുൻപിൽ ഉടഞ്ഞു കിടക്കുന്നവനത്രേ, തകർന്നു കിടക്കുന്നവനത്രേ നിന്റെ സ്നേഹിതൻ. അവൻ്റെ അടുക്കിലേക്ക് പോയി ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൈമാറണം. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ അസാധാരണ ശക്തി നിറഞ്ഞ് നമ്മെ രക്ഷിക്കുന്ന കർത്താവ് നമ്മെ സകലത് നന്മയ്ക്ക് കൂടി വ്യാപരിപ്പിച്ചുകൊണ്ട് നമ്മെ സകലത് നിന്ന് എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് പറയുകയാണ്, ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് നീ കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് കൈമാറണം. കാരണം തകർക്കപ്പെട്ട് ഒരുവൻ വഴിയരിയിൽ കിടക്കുമ്പോൾ ശമര്യന് കടന്നു വരികയാണ്. ലേവ്യനും പുരോഹിതനും കാണാതെ കടന്നു പോയപ്പോൾ ഒരു നല്ല ശമര്യക്കാരൻ തൻ്റെ വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് എണ്ണയും വീഞ്ഞും പകർന്നവന്റെ മുറിവുകളെ കെട്ടി വാഹന മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് രക്ഷ ചെയ്തു. രാത്രി മുഴുവനും തന്നോടുകൂടെ പാർത്തിട്ട് പിറ്റേന്ന് പറയുകയാണ്, നീ ഇവന് ഒരു ശുശ്രൂഷയും കുറയ്ക്കരുത്, ഒന്നും നീ കുറയ്ക്കരുത്, അധികം എന്തെങ്കിലും വന്നോ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളോ. നിന്റെ ആരോഗ്യം കൊടുത്താണോ ദൈവത്തെ സ്നേഹിച്ചത്? നന്മ കൊടുത്താണോ സ്നേഹിച്ചത്? സമയം കൊടുത്താണോ സ്നേഹിച്ചത്? അവൻ പകരം തരുന്നവനത്രേ. നഷ്ടപ്പെട്ടു പോയി സംവത്സരങ്ങൾക്ക് പകരം തരുന്നവനത്രേ. തുള്ളലും വെട്ടുകളെയും പച്ചപ്പുഴും വീട്ടിലും നിന്ന് ശേഷിപ്പിച്ച് സംവത്സരങ്ങൾക്ക് മടക്കി തരുന്നവനത്രേ, പകരം തരുന്നവനത്രേ, ആരോഗ്യത്തെ പുതുക്കി തരുന്നവനത്രേ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവ്. ആ ദൈവ സ്നേഹത്തിലേക്ക് അടുത്തു വരാം.
ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കാം. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകൾ അവകാശമാക്കി എടുക്കുകയും അവന് ജീവനും മാനവും ധനമൊക്കെ നൽകുന്നു എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക. ഒരു ഫോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ തിരിച്ചെന്ത് കിട്ടുമെന്നല്ല എനിക്ക്. ഹല്ലേലൂയ. അവൻ എന്ത് വന്നാലും, ആരെന്ത് പറഞ്ഞാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ചെയ്യും, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ക്രിസ്തുവിന് വേണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും. ഒരു ഘട്ടതയ്ക്കും ഇതിൽ നിന്ന് പുറകിലോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒരു വാക്കുകൾക്കും അതിൽ നിന്ന് പുറകിലോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവത്തിന് അസാധാരണമായ ശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. ഏതൊക്കെ രോഗങ്ങൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുന്നുണ്ട്. അവൻ കുടൽ സംബന്ധിച്ചുള്ള ചില പ്രോബ്ലങ്ങൾ അവൻ മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യത്തെ ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്ന കാണുന്നുണ്ട്. തലകറക്കം പോലെ നിൽക്കാൻ പോലും കഴിയാതെ ചിലപ്പോൾ കുഴഞ്ഞു വീഴുമോ എന്ന് തോന്നുന്ന തരത്തിൽ ചില തലകറക്കങ്ങൾ, അസ്വസ്ഥതകൾ, ശരീരത്തെ കുഴച്ചു കളയുന്നത് പോലെ, അവൻ വീഴ്ത്തി കളയുന്നത് പോലെ തോന്നുന്ന ചില അസ്വസ്ഥതകൾ സിസ്റ്റർ നിന്റെ ശരീരത്തിൽ നിന്ന് മാറുന്ന ഞാൻ കാണുന്നുണ്ട്. ദുർസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന ചിലരുടെ വിശ്വനകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. ദുർസ്വപ്നമിട്ട് രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില മേഖലകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ചില ഭയങ്ങൾ മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. ഭയങ്ങളൊന്നും ചെയ്യാൻ കഴിയാതവണ്ണം ഭയത്തിൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ചില ഭയപ്പാടുകൾ അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ്. ഭയം മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ, പ്രാപ്തയായി നിൽക്കാൻ കഴിയാതെ, ഭയപ്പെടുത്തി പേടിച്ചൊതുക്കുന്ന, എനിക്ക് കഴിവില്ല, ആ ജോലി ചെയ്യുവാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ് ബലഹീനപ്പെടുത്തുന്ന സ്വഭാവത്തിൽ ബലമില്ലാത്തതിന് ബലം പകരുന്ന കർത്താവ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അവർ ഭോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു. ബലവാനെ ലജ്ജിപ്പിക്കേണ്ടതിന് ക്രിസ്തു ബലഹീനമായി ഇതിനെ തിരഞ്ഞെടുത്ത കർത്താവ്. ഒരു വലിയ തിരഞ്ഞെടുപ്പ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ആരൊക്കെ അവൻ തിരഞ്ഞെടുക്കുകയാണ്, ആരൊക്കെ തിരഞ്ഞെടുക്കണം ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി, അടുത്ത ദൗത്യത്തിന് വേണ്ടി, അടുത്ത ചില വാക്തത്വം നൽകേണ്ടതിന്, അടുത്ത ചിലതിലേക്ക് വാക്തത്വത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന്, അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കേണ്ടതിന് അവൻ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ഇതിനകത്തുനിന്ന് ചിലതിനെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. പുറപ്പെടുക. നിങ്ങൾക്കൊരു വിദൂര യാത്രയുണ്ട്. ആരൊക്കെ ദൈവം അടുത്തൊരു വാക്തത്വത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുക. ചില കെട്ടുകളൊക്കെ അഴിച്ച്, ബുദ്ധിയുടെ കെട്ടിനെയും കാലിന്റെ ബന്ധനങ്ങളൊക്കെ അഴിച്ചിട്ട് അവൻ വാക്തത്വത്തിലേക്ക് ചെന്നെത്തേണ്ടതിനുള്ള വഴികളെ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി തുറക്കുന്നതിന് കാണുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. നിങ്ങൾ അടുത്ത് വന്ന് ദൂത് പറയണമെന്നൊക്കെ ഉണ്ട്. നിങ്ങൾ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. എന്നാലും സമയത്തിന് പരിധി കൊണ്ട് ഞാനിവിടെ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മ നിങ്ങളെ തൊടുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മനുഷ്യ കരമല്ല വയ്ക്കുന്നത്, ദൈവകരം നിങ്ങളെ തൊടുന്നത് ഞാൻ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ വെളിപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. ആരുടെയൊക്കെ ശിരസിന്മേൽ സ്പർശിക്കുന്ന ദൈവകരത്തെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയുന്നു? ജഡം കൊണ്ട്, ആത്മമണ്ഡലം കൊണ്ട് ആർക്കൊക്കെ അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഓ കൺമലയെ പിളർന്ന് വനാന്തരത്തിലെ കർത്താവേ ഉം ജനങ്ങളിൽ ദാഹം തീർത്തീരേ. ഓ കൺമലയെ പിളർന്ന് വനാന്തരത്തിലെ കർത്താവേ ഉം ജനങ്ങളിൽ ദാഹം തീർത്തീരേ. ആമേൻ. പള്ളത്താക്കിലും മലകളിലും, ഓ പള്ളത്താക്കിലും മലകളിലും തണ്ണീർ പായും ദേശത്തെ നീ വാർക്കളുത്തീരേ. ഓ തണ്ണീർ പായും നീ വാർക്കളുത്തീരേ. ഓ ഊറ്റു തണ്ണീരേ എന്തൻ ദേവാവിയേ, ജീവനദിയേ എന്നിൽ പൊങ്കി പൊങ്കി ഊറ്റു തണ്ണീരേ എന്തൻ ദേവാവിയേ,
ജീവനദിയെ എന്നിൽ പൊങ്കി പൊങ്കി വാ. ആശീർവാദിയും എന്നെ കർത്തരേ, ആശീർവാദിയും എന്നെ കർത്തരേ. ആവിயின் வாரங்களினால் என்னை நிரப்பு, ஓ ஆவியின் வாரங்களினால் என்னை நிரப்பு. அமருற்று தண்ணீரே எந்தன் தேவாவியே, ജീവനദിയേ എന്നിൽ പൊങ്കി പൊങ്കി വാ. ഓ ഉറ്റു തണ്ണീരേ എന്തൻ ജീവനദിയേ എന്നിൽ പൊങ്കി പൊങ്കി വാ. ഓ കൺമാലയെ പിളർന്നു വനാന്തരത്തിലേ കർത്താവേ ഉൻ ജനങ്ങൾ ദാഹം തീർത്തീരേ. ഓ കൺമാലയെ പിളർ, കരങ്ങളെ ശക്തിയോടെ അടിച്ച്. കർത്താവേ ഉൻ മേളിൻ ദാഹം തീർത്തീരേ. പള്ളത്താക്കിലോ മാലകളിലോ അവൻ പള്ളത്താക്കിലും മാലകളിലോ തണ്ണീർ പായും ദേശത്തെ നീ വാർക്കെടുത്തീരേ. ഓ തണ്ണീർ പായും ദേശത്തെ നീ വാർക്കെടുത്തീരേ. ഓ ഉറ്റു തണ്ണീരേ എന്തൻ ദേവാവിയേ, ആമേൻ ജീവനദിയേ എന്നിൽ പൊങ്കി പൊങ്കി വാ. ഓ ഉറ്റു തണ്ണീരേ പൊങ്കി പൊങ്കി വാ. ആശീർവാദിയും എന്നെ കർത്തരേ, ആശീർവാദിയും എന്നെ കർത്തരേ. ആവിயின் വാരங்களினால் என்னை நிரப்பே, ஓ ஆவியின் வாரங்களினால் என்னை நிரப்பே. ஓ உற்று தண்ணீரே ഭാഷ പ്രാപിച്ചോ, ഭാഷ അന്യഭാഷ പ്രാപിച്ചവരുടെ ശക്തിയോടെ ആ ദൈവ സ്നേഹം ഒഴുകട്ടെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. പ്രവൃത്തിയിലും സത്യത്തിലും ഒഴുകപ്പെടട്ടെ. ചികിത്സിക്കുന്ന നല്ല ഡോക്ടറിന്റെ നടിയിലുണ്ട്. ശരീരത്തിലെ രോഗങ്ങളും മനസ്സിലെ മുറിവുകളും ഒരുപോലെ ട്രീറ്റ്മെന്റ് നൽകി സൗഖ്യത്തോടെ ആരെയും വിടത്തില്ല. ആ നല്ല ഡോക്ടർ നിങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, മനസ്സിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജീവൻ നൽകുന്ന ഡോക്ടർ, മനസ്സിനെ സൗഖ്യപ്പെടുത്തുന്ന ഡോക്ടർ, ആരോ തന്ന മുറിവുകൾ മനസ്സിൽ നിന്നും സൗഖ്യമായില്ലേ? യേശു പറയുന്നത് നിന്റെ മനസ്സിന്റെ മുറിവിനെ ഞാൻ സൗഖ്യം വരുത്തി. മുന്നോട്ട് പോകാൻ കഴിയാതെ ആരൊക്കെ തന്ന മുറിവുകൾ തളർത്തി തളർത്തി ഒതുക്കി കഴിവില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്. ഒരിക്കലും നിനക്ക് അവിടെ എത്താൻ കഴിയത്തില്ല, നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞു മുറിപ്പെടുത്തി നിന്നെ ഒതുക്കി ഇരുത്തിയെടുത്തുന്ന ഡോക്ടർ പറയുക ഞാൻ നിന്നെ സൗഖ്യമാക്കി. ക്രിസ്തു പറയുക സൗഖ്യമാക്കി. ഇനി പോകാ, ഇനി പോകാ. നീ ഹല്ലേലൂയ ലോക മനുഷ്യന് പ്രതീക്ഷിക്കാത്ത ചില വൻ കാര്യങ്ങൾ ക്രിസ്തുവിലൂടെ നീ ചെയ്യാൻ പോകുക. ക്രിസ്തുവിലൂടെ നീ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. അവൻ വന്നത് നന്മയ്ക്ക. അവൻ നിന്നെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രതിസന്ധിയിൽ കരുത്ത് നൽകിക്കൊണ്ട് ഇനി അടുത്തൊരു പ്രതിസന്ധി വന്നാൽ നീ എങ്ങനെ ജയിക്കണം, ചിലത് നാം ജീവിതത്തിൽ വരാതെ എങ്ങനെ ചാടി കടക്കണം, ജയിക്കണമെന്ന് അവൻ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ വിടുതൽ നൽകി നീ ഇനി പോകാ. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ.
അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായി തീരുവേൻ. യേശുവിന്റെ നാമത്തിൽ സഭയായി അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു പാസ്റ്റർ.